ഈ റമീസും എൻ്റെ പെങ്ങളും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇഷ്ടത്തിലായി കഴിഞ്ഞിട്ട് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നതായിട്ട് വന്നു. അപ്പോൾ വരാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ അപ്പം മരിച്ചിട്ട് ഞാൻ പറഞ്ഞു 1 വർഷം കഴിയാതെ ഇനി ആണ്ട് കഴിയാതെ നല്ല കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വേണ്ടി ആണ്ട് എടുത്ത് തരും. അവരന്ന് പറഞ്ഞു മതം മാറണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മതം മാറാം, കുഴപ്പമില്ല, അവളുടെ ഇഷ്ടമാണെങ്കിൽ മതം മാറാമെന്ന്. അന്നെങ്കിൽ ഞാൻ പറഞ്ഞു എന്നാലും എനിക്കൊരു ഇതുണ്ട്, ഫേസ് മാരേജ് ചെയ്താലോന്ന് ചോദിച്ചു. അപ്പോൾ അവള് പറഞ്ഞു ഇല്ല ഞാൻ മാറിക്കോളാം, കുഴപ്പമില്ല. അപ്പോൾ അവർ പറഞ്ഞു പൊന്നാനിയിൽ 2 മാസം പോയി മതം മാറുന്നു. കഴിഞ്ഞ 1 വർഷം കഴിയുമ്പോൾ എല്ലാം നടത്താനും പറഞ്ഞ് സെറ്റായിട്ടിരുന്നായിരുന്നു. അന്നേരമാണ് ഇവനെ ഇമ്മോറൽ ട്രാഫിക്കിന് ലോഡ്ജിന്ന് പിടിക്കുന്നത്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവർ രഹസ്യമായിട്ട് ഇവളറിഞ്ഞത്. ഇവളറിഞ്ഞു കഴിഞ്ഞിട്ട് ഇവന്റെ വാപ്പാടെ ഉമ്മയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഇവനെയും കൂട്ടി ഇനി ഞാൻ മതം മാറില്ല, എൻ്റെ വീട്ടുകാർക്ക് ഇത്രയും ഇത് വേണം, അപ്പോൾ ഞാനെന്തിനാ നിങ്ങളുടെ സൈഡ് മാത്രം നിൽക്കണം, ഇവനിങ്ങനെ എന്നോട് തെറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞ് അവൾ മതം മാറ്റി. അങ്ങനെ മതം മാറ്റലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് അവരെ ഒരു എന്താ പറയുക അവരെ പ്രകോപിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇവള് കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയതാ, ഇവിടെ അടിമാലിയിലുള്ള. അവിടെ നിന്ന് ഇവൻ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ മതം മാറണ്ട, എന്നിട്ട് അവൻ അവരുടെ വീട്ടുകാരെ ഉപേക്ഷിച്ച് നമുക്ക് വാടകയ്ക്ക് താമസിക്കാനും പറഞ്ഞ് അവൻ അങ്ങനെ ഇറക്കിക്കൊണ്ട് പോയത്. എന്നിട്ട് അവൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവൻ്റെ കുടുംബക്കാർ, അവൻ്റെ കൂട്ടുകാരന്മാർ, അവൻ്റെ ഉമ്മയും വാപ്പയും പെങ്ങളും എല്ലാവരും അവളെ കൂട്ടിയിട്ട് എന്നിട്ട് വീട്ടിലാന്ന് പറഞ്ഞു. ഇനി 2 മാസം അവളെ നേരെ കാറിൽ സ്റ്റാർട്ടാക്കി എടുത്തേക്കുക, നേരെ കാറിലേക്ക് വരാനാണെങ്കിൽ റൂം തുറന്നു തരാം, അല്ലാതെ റൂം തുറക്കില്ല എന്നും പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് അവളെ ചൂഷണം ചെയ്തു. അതുകൂടാതെ അവളെ മർദ്ദിച്ചു.